ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓക്കറൻസ് ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്നതാണ്. Metals and their alloys are extensively used in our day-to-day life. They are used for making machines, railways, motor vehicles, bridges, buildings, agricultural tools, aircraft, ships, etc. Therefore, production of a variety of metals in large quantities is necessary for the economic growth of a country. Only a few metals such as gold, silver, mercury, etc. occur in free state in nature. Most of the other metals, however, occur in earth crust in the combined form as compounds with different anions such as oxide, sulfide, halide, etc. In view of this, the study of recovery of metal from their ore is very important. In this lesson, you will learn about some process of extraction of metal from their ores called metallurgical process. അതായത് ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷനും അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷനെ പറ്റിയിട്ടുമാണ്. മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ചെയ്ത ഒന്നാണ്. നമ്മുടെ മോട്ടോർ വെഹിക്കിൾസും ബ്രിഡ്ജസും ബിൽഡിംഗ് ബ്ലോക്സും ഇതൊക്കെ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ചില മെറ്റൽസ്, അതായത് ഗോൾഡ്, സിൽവർ, മെർക്കുറി പോലത്തെ മെറ്റൽസ് നമുക്ക് ഫ്രീ സ്റ്റേറ്റ്സിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറെ അതർ മെറ്റൽസ് അത് എർത്ത് ക്രസ്റ്റിൽ കമ്പൈൻഡ് ഫോംസിലാണ് കാണപ്പെടുന്നത്. അതായത് ഓക്സൈഡ്സ് ആയിട്ടും സൾഫൈഡ് ആയിട്ടും ഹാലൈഡ്സ് ആയിട്ടും ഒക്കെ കാണപ്പെടാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പൈൻഡ് ഫോമിലുള്ള മെറ്റൽസിന് പ്യുവർ സ്റ്റേറ്റിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മെറ്റൽ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെറ്റലർജിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് തന്നെ അതാണ്, പ്യുവർ ആയിട്ടുള്ള മെറ്റലിന്റെ കോമ്പൗണ്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒക്കറൻസ് ഓഫ് മെറ്റൽ ആണ്. മെറ്റൽ occur in nature in free as well as combined form. അതായത് നമ്മൾ പറഞ്ഞു മെറ്റൽസ് ഫ്രീ ആയിട്ടും കാണപ്പെടും, അതുപോലെ തന്നെ കമ്പൈൻഡ് ഫോമിലും കാണപ്പെടുന്നുള്ളത്. അതായത് ചില മെറ്റൽസിന് റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അതായത് നമ്മുടെ എയറോ അറ്റ്മോസ്ഫിയറോ കാർബൺ ഡൈ ഓക്സൈഡോ ആയിട്ടൊന്നും ഇത് റിയാക്ട് ചെയ്യില്ല. ആ മെറ്റൽസ് നമ്മുടെ ഫ്രീ ആയിട്ടാണ് നാച്ചുറൽ കാണപ്പെടുന്നത്. ആ മെറ്റൽസിനെ നമ്മൾ നോബിൾ മെറ്റൽസ് എന്നും കൂടി പറയുന്നുണ്ട്. അതിന് ലീസ്റ്റ് കെമിക്കൽ റിയാക്ടിവിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് എക്സാമ്പിൾ ആണ് ഗോൾഡ്, സിൽവർ, മെർക്കുറി, പ്ലാറ്റിനം. ദാറ്റ്സ് ഓക്കർ ഇൻ ഫ്രീ സ്റ്റേറ്റ്. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ് സം മെറ്റൽസ് കമ്പൈൻഡ് സ്റ്റേറ്റ്സിൽ കാണപ്പെടും. എയർ, മോയ്സ്ചർ, കാർബൺ ഡൈ ഓക്സൈഡ്സ് ഇതുപോലെ ഉള്ളവയായിട്ട് അത് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സൾഫൈഡും കാർബണേറ്റും ഹാലൈഡ്സും സിലിക്കേറ്റും ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ നമ്മുടെ നാച്ചുറലി ഒക്കറിംഗ് മെറ്റീരിയൽ ഇൻ വിച്ച് എ മെറ്റൽ ഓർ ഇറ്റ്സ് കോമ്പൗണ്ട് ഒക്കർ ഈസ് കോൾഡ് മിനറൽ. എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് എക്കണോമിക്കലി ഈസ് കോൾഡ് ആൻ ഓർ. അതായത് നമ്മുടെ നാച്ചുറലി ഒക്കറിംഗ് മെറ്റീരിയൽ ആണ് നമ്മൾ മിനറൽ എന്ന് പറയുന്നത്. അതിൽ മെറ്റൽ പ്രസന്റ് ആയിരിക്കും. മെറ്റൽ പ്രസന്റ് ആയിരിക്കുന്ന നാച്ചുറലി ഒക്കറിംഗ് മെറ്റീരിയലിനെയാണ് നമ്മൾ മിനറൽ എന്ന് പറയുന്നത്. ഏത് മിനറലിൽ നിന്നാണോ നമ്മൾ എക്കണോമിക്കലി നമ്മുടെ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അതിനെ നമ്മൾ ഓർ എന്ന് പറയും. അപ്പൊ എന്താണ് മിനറൽ, എന്താണ് ഓർ എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത പാർട്ട്, the main active substance present in nature, especially in the atmosphere, are oxygen and carbon dioxide. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അതുപോലെ തന്നെ എർത്ത് ക്രസ്റ്റില് സൾഫർ, സിലിക്കോൺ ലാർജ് ക്വാണ്ടിറ്റീസിൽ കാണാൻ പറ്റും. സീ വാട്ടറിൽ ക്ലോറൈഡ് അയോൺസ് ആണ് കാണപ്പെടുക. അപ്പോൾ നമ്മുടെ ഈ മെറ്റൽ എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടാണ് നമ്മുടെ നാച്ചുറൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള അതർ പാർട്ടിക്കിളും ആയിട്ടാണ് കമ്പൈൻ ചെയ്യുക. ഓക്സൈഡ്സ്, സൾഫൈഡ്, കാർബണേറ്റ് ഒക്കെ ആയിട്ട്. എന്നിട്ട് അതെന്ത് ഫോം ചെയ്യും? കോമ്പൗണ്ട് ഫോം ചെയ്യും.
സോ ഈ ഓർസ് നമ്മുടെ എർത്ത് ക്രസ്റ്റില് നല്ല റോക്കി മെറ്റീരിയൽ ആയിട്ടാണ് പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഓറിൻ്റെ അകത്ത് മെറ്റൽസ് കൂടാതെ പല ടൈപ്പ് ഇമ്പ്യൂരിറ്റീസും പ്രസന്റ് ആയിരിക്കും. അപ്പൊ ഈ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഗാങ് എന്ന് പറയും. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? യെസ് മിസ്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സം ഇമ്പോർട്ടൻറ്റ് ഓർസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഓക്സൈഡ് ഓർ. ഓക്സൈഡ് ഓറിന് എക്സാമ്പിൾ ആണ് അയേൺ. അയേൺ എന്ന് പറയുന്നത് അതിന്റെ ഹാമറ്റൈറ്റ് Fe2O3 ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല. ദെൻ അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ് Al2O3 2H2O. ടിന്നിൻ്റെത് കാസിറ്ററൈറ്റ് SnO2 ആൻഡ് കോപ്പറിന്റെ കുപ്രൈറ്റ്, സിങ്കിന്റെ സിങ്കൈറ്റ്, ടൈറ്റാനിയത്തിന്റെ ഇൽമനൈറ്റ് ആൻഡ് റൂട്ടൈറ്റ്. ഇതൊക്കെ ഓക്സൈഡ് ഓറാണ്. ഇനി അടുത്ത സൾഫൈഡ് ഓറ്. സിങ്കിന്റെ സൾഫൈഡ് ഓറിന് നമ്മൾ സിങ്ക് ബ്ലെൻഡ് എന്ന് പറയും. ലെഡിൻ്റെത് ഗലീന PbS ആൻഡ് കോപ്പറിൻ്റെത് കോപ്പർ ഗ്ലാൻസ് Cu2S ആൻഡ് സിൽവറിൻ്റെത് സിൽവർ ഗ്ലാൻസ് ആൻഡ് അയോണിൻ്റെത് അയോൺ പൈറൈറ്റ്സ്. ഇനി അടുത്ത കാർബണേറ്റ് ഓറാണ്. കാർബണേറ്റ് ഓറാണ് അയോൺ സിഫറൈറ്റ് ആൻഡ് സിങ്കിൻ്റെത് കലാമിൻ ആൻഡ് ലെഡിൻ്റെത് സെറുസൈറ്റ്. ആൻഡ് സൾഫേറ്റ് ഓറാണ് ലെഡ്. ലെഡിന്റെ സൾഫേറ്റ് ഓറാണ് ആംഗ്ലസൈറ്റ്. ആൻഡ് ഹാലൈഡ് സോഴ്സിന് എക്സാമ്പിൾ ആണ് ഹോൺ സിൽവർ. ഹോൺ സിൽവർ എന്ന് പറയുന്നത് AgCl ആണ്, സിൽവറിന്റെ ഒരു ഓറാണ്. ആൻഡ് സോഡിയം കോമൺ സോൾട്ട് എന്ന് പറയും, അല്ലെ റോക്ക് സോൾട്ട് എന്നൊക്കെ പറയും. NaCl ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല. ആൻഡ് അലൂമിനിയം ക്രയോലൈറ്റ് ആണ് Na3Al(F6). ആൻഡ് സിലിക്കേറ്റ് ഓറിന് എക്സാമ്പിൾ ആണ് സിങ്ക്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഓർസിനെ പറ്റിയിട്ട്. ഏതൊക്കെ ടൈപ്സ് ഓറാണ്, സൾഫൈഡ് ഓറ്, ഓക്സൈഡ് ഓറ്, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഈ ഒരു പാർട്ടാണ് ഇമ്പോർട്ടന്റ്. ഈ ഒരു ഭാഗത്ത് ഇത് ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ആണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ മെറ്റല് നമ്മുടെ എർത്ത് ക്രസ്റ്റില് കോമ്പൗണ്ട്സിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പല പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അതിൽ 5 സ്റ്റെപ്പ് പ്രോസസ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ. Second one is concentration or dressing of the ore. Third one is calcination or roasting of the ore. And fourth one is reduction of metal oxide to free metal. And the fifth one is purification and refining of metal. Okay. ഇതിൽ ഫസ്റ്റ് പ്രോസസ് ആണ് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ. അതായത് നമ്മുടെ ഓറ് ബിഗ് റോക്ക് പീസ് ആയിട്ടാണ് നമ്മൾ എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ബിഗ് റോക്കിനെ നമുക്ക് സ്മോൾ പീസസ് ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ബാക്കി പ്രോസസ്സ് കറക്റ്റായിട്ട് വൃത്തിക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ബിഗ് റോക്കിനെ പൊടിച്ചിട്ട് സ്മോൾ പീസസ് ആക്കി മാറ്റണം. അതാണ് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രഷിംഗ് എന്ന് വെച്ചാൽ സ്മോൾ പീസസ് ആക്കി മാറ്റല്. ആൻഡ് ദ പൾവറൈസേഷൻ മീൻസ് ദ പൗഡർ ഫോമിൽ ഈ ഓറിനെ മാറ്റിയെടുക്കുന്നതാണ് പൾവറൈസേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡേഴ്സോ അല്ലെങ്കിൽ ക്രഷേഴ്സോ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ സ്മോൾ പീസസ് ആക്കിയതിനാ നമ്മൾ പൗഡർ ഫോമിലേക്ക് മാറ്റും. സോ ഇതാണ് ഈ ഒരു സ്റ്റാമ്പ് മില്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൾവറൈസേഷൻ നടക്കുന്നത്. ഈ ക്രഷ്ഡ് ഓറ് ഈ ക്രഷ്ഡ് ഓറ് ഇതൊരു സിലിണ്ടറിക്കൽ ട്യൂബാണ്. ഈ സിലിണ്ടറിക്കൽ ട്യൂബിൽ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഇതിലൂടെ പോകുമ്പം ഇത് ഒരു സ്റ്റാമ്പാണ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ
ഇതിനെ പൗഡർ ഫോമിലാക്കിയിട്ട് ഈ പൗഡർ ഇവിടെ വന്നിട്ട് വീഴുകയാണ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ പൗഡർ ഫോമിലേക്ക് ആക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ ചെയ്തു, അതിനെ പൗഡർ ഫോമിലാക്കി മാറ്റി. ഇനി അടുത്തത് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഓറില് മെറ്റൽ മാത്രമല്ല പ്രസന്റ് ആയിരിക്കുക, അതില് നമ്മുടെ ഇമ്പ്യൂരിറ്റീസും പ്രസന്റ് ആയിട്ടുണ്ടാകും. ഇമ്പ്യൂരിറ്റീസും പ്രസന്റ് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓർ ഡ്രസ്സിംഗ് ഓഫ് ദ ഓർ എന്ന് പറയുന്നത്. Generally, the ores are found mixed with early impurities like sand, clay, limestone. These unwanted impurities in the ore are called gang or matrix. ഈ ഓർ പാർട്ടിക്കിളിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഗാങ് എന്നാണ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗാങ്ങിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രാവിറ്റി സെപ്പറേഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റി സെപ്പറേഷൻ. അതായത് നമ്മളെ ഓർ പാർട്ടിക്കിളും അതുപോലെ തന്നെ ഗാങ് പാർട്ടിക്കിളും തമ്മിലുള്ള ഗ്രാവിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സെപ്പറേഷൻ ചെയ്യുന്നത്. അതായത് നമ്മളെ ഓറ് ഹെവിയർ മെറ്റാലിക് ആയിരിക്കും, ഓറായിരിക്കും. ഗാങ് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ലൈറ്റർ പാർട്ടിക്കിൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡില് ഒരു സ്ട്രോങ് കറന്റ് ഓഫ് വാട്ടർ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഹെവിയർ ഓർ സെറ്റിൽ ഡൗൺ ചെയ്യും, ആൻഡ് ദ ലൈറ്റർ ആയിട്ടുള്ള സാൻഡി പാർട്ടിക്കിള് ആൻഡ് എർത്തി മെറ്റീരിയൽസ് വാഷ്ഡ് അവേ വിത്ത് വാട്ടർ. സോ ഇവിടെ ഒരു ഗാങ് പാർട്ടിക്കിള് ഈ ഒരു ബാസ്ക്കറ്റിൽ, ഈ വാട്ടർ ബാസ്ക്കറ്റിൽ കളക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാവിറ്റി സെപ്പറേഷൻ വഴി ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാമറ്റൈറ്റ് ഓറ്, ടിൻസ്റ്റോൺ ഓറ്, ഗോൾഡിന്റെ ഓറ്, ഇതൊക്കെ നമ്മൾ ഈ ഗ്രാവിറ്റി സെപ്പറേഷൻ വഴി കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡ്. മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡ് എന്തെന്ന് വെച്ചാൽ മാഗ്നറ്റിക് നാച്ചുറലിലുള്ള ഡിഫറൻസ് കൊണ്ട് നമ്മളതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. അതായത് നമ്മുടെ ഓർ ഉണ്ടാവും, ഓർ പാർട്ടിക്കിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റി. ടിൻസ്റ്റോൺ എന്ന് പറയുന്ന ഓർ എന്ന് പറയുന്നത് നോൺ മാഗ്നറ്റിക് ആണ്. അപ്പൊ അതില് മാഗ്നറ്റിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ആയിരിക്കും, ലൈക്ക് അയേൺ, ടങ്സ്റ്റൈറ്റ്സ് പോലുള്ളവ. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യും. അപ്പൊ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു കൺവെയർ ബെൽറ്റ് പ്രസന്റ് ആണ്. ഈ ഒരു കൺവെയർ ബെൽറ്റില് നമ്മുടെ ഓർ പാർട്ടിക്കിള് പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പാർട്ടിക്കിള് അവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഓറ് മാഗ്നറ്റിക് വീലിന്റെ അവിടത്തേക്ക് താഴെ വീഴും, ആൻഡ് നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള വീലിന്റെ അങ്ങോട്ടേക്ക് വീഴുക ചെയ്യുന്നത്. രണ്ട് വീൽസ് ഉണ്ടാവും, അതിലൊന്ന് മാഗ്നറ്റിക് ആയിരിക്കും, ഒന്ന് നോൺ മാഗ്നറ്റിക് ആയിരിക്കും. ഇനി അടുത്ത മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് വെച്ചാൽ നമ്മളിവിടെ സൾഫൈഡ് ഓർസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഗലീന, സിങ്ക് ബ്ലെൻഡ് ആൻഡ് കോപ്പർ പൈറേറ്റ്. It is based on the different wetting properties of the surface of ore and gangue particle. The sulfide ore particle are wetted preferentially by oil and gangue particle by water. In this process, finely powdered ore is mixed with either pine oil or eucalyptus oil. It is then mixed with water. അതായത് ഈ ഒരു ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡിൽ നമ്മൾ ഗലീന,
സിങ്ക് ബ്ലെൻഡ്, കോപ്പർ പൈറേറ്റ് ഇതുപോലെയുള്ള സൾഫൈഡ് ഓർസ് ആണ് എസ്പെഷ്യലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഡിഫറെന്റ് വെറ്റും പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇവിടെ കോൺസെൻട്രേഷൻ നടക്കുന്നത്. ഏതൊക്കെ തമ്മിലുള്ളത്? ഓറും ഗ്യാങ് പാർട്ടിക്കിളും തമ്മിലുള്ള ഡിഫറെന്റ് വെറ്റിംഗ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. ഈ സൾഫൈഡ് ഓറ് ഓയിലുമായിട്ടാണ് കൂടുതൽ പ്രിഫറൻഷ്യബിളി അത് വെറ്റ് ചെയ്യുക. ആൻഡ് ഗ്യാങ് പാർട്ടിക്കിൾ വാട്ടറുമായിട്ടാണ് കൂടുതലായിട്ടും വെറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ പൗഡേർഡ് ഓറ് പൈൻ ഓയിലോ അല്ല യുക്കാലിപ്റ്റസ് ഓയിൽ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യും. എന്നിട്ട് അതിൽ വാട്ടർ ആഡ് ചെയ്യും. എന്നിട്ട് എയർ ആ മിക്സ്ചറിലേക്ക് ബ്ലോൺ ചെയ്യും. അപ്പൊ എന്താ അവിടെ സംഭവിക്കും? ഒരു ഫ്രോത്ത് ഫോം ചെയ്യും, ക്യാരിങ് ദ വെറ്റഡ് ഓർ അപ്വേർഡ്. അപ്പൊ ഫ്രോത്ത് ആ ഒരു ഓർ പാർട്ടിക്കിളെ ക്യാരി ചെയ്ത് മുകളിലേക്ക് വരും. എന്താ ഗ്യാങ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? സെറ്റിൽ ഡൗൺ ചെയ്യും. ഇതാണ് ആ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. അങ്ങനെ നമുക്ക് ഓറിനെയും ഇമ്പ്യൂരിറ്റീനും വേർതിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കെമിക്കൽ റിയേജൻസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം ഫ്രം ബോക്സൈറ്റ് ആൻഡ് ബോക്സൈറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് അയൺ ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് ആൻഡ് സിലിക്ക. These impurities are removed by digesting the powdered ore with aqueous solution of sodium hydroxide. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ബോക്സൈറ്റ് ഓറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബോക്സൈറ്റ് ഓറിന്റെ ഇമ്പ്യൂരിറ്റി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഈ ബോക്സൈറ്റ് ഓറ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം അലൂമിനേറ്റ് ഫോം ചെയ്യും. ഈ സോഡിയം അലൂമിനേറ്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യും. ദെൻ ഈ ഫോം ചെയ്ത അലൂമിനിയം ഹൈഡ്രോക്സൈഡിലെ അത് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യിട്ടാകുമ്പോൾ നമുക്ക് പ്യുവർ അലൂമിന കിട്ടും. പ്യുവർ അലൂമിന പ്ലസ് വാട്ടർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കെമിക്കൽ മെത്തേഡ് വഴി നമ്മുടെ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര ടൈം പറഞ്ഞത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ്. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര മെത്തേഡ് പഠിച്ചു? ഫസ്റ്റ് പഠിച്ചത് ഗ്രാവിറ്റി സെപ്പറേഷൻ, സെക്കൻഡ് വൺ ഈസ് മാഗ്നറ്റിക് സെപ്പറേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് കെമിക്കൽ മെത്തേഡ്. ഈ 4 പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം? കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാം നമ്മളെ പൗഡേർഡ് ഓറിനെ. മനസ്സിലാവുന്നില്ലേ? ഇത്ര വരെ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? ക്ലിയർ ആയിട്ടില്ലേ? ക്ലിയർ ആയി മിസ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത ഓറിനെ നമുക്ക് മെറ്റൽ ഓക്സൈഡ് ആക്കിയിട്ട് മാറ്റണം. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റലർജിക്കൽ പ്രോസസ്സിലെ തേർഡ് പ്രോസസ്സാണിത്, കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാൽസിനേഷൻ എന്താന്ന് നോക്കാം. കാൽസിനേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് ഹീറ്റിംഗ് ഓഫ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ so that it loses moisture, water of hydration and gaseous volatile substances. The ore is heated to a temperature so that it does not melt. 2 examples of calcination given below. അതായത് കാൽസിനേഷൻ എന്താ വെച്ചാൽ നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയറിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള വാട്ടർ ഓഫ് ഹൈഡ്രേഷനും മോയ്സ്ചർ കണ്ടന്റും ഒക്കെ അവിടെ ലോസ് ആയി പോകും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അലൂമിന Al2O3 ആണ് നമ്മുടെ ബോക്സൈറ്റ്. അപ്പോൾ അതില് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ വാട്ടർ അവിടുന്ന് റിമൂവ് ആയിട്ട് എന്തായി മാറും?
Al2O3 2H2O നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. സോ ഇവിടെ നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വാട്ടർ റിമൂവ് ആയി പോവുക ചെയ്യുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് കാൽസിനേഷൻ. അപ്പൊ കാൽസിനേഷൻ എന്ന് വെച്ചാൽ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാണ്ട് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ ഇൻ ദ എക്സസ് ഓഫ് എയർ അല്ലെങ്കിൽ ഫ്രീ സപ്ലൈ ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ഇൻസഫിഷ്യൻറ്റ് ടു മെൽറ്റ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റോസ്റ്റിംഗിൽ എന്താ സംഭവിക്കുക? ഈ വോളട്ടൈൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് അവിടുന്ന് റിമൂവ് ആയിപ്പോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇമ്പ്യൂരിറ്റീസ് ആയ ആർസെനിക് ഉണ്ടെങ്കിൽ ഈ ആർസെനിക് ഓക്സിജനുമായി ചേർന്നിട്ട് ആർസെനിക് ഓക്സൈഡ് ഫോം ചെയ്യും. ആൻഡ് സൾഫർ എന്ത് ചെയ്യും? സൾഫർ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഫോസ്ഫറസ് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഫോസ്ഫറസ് ഓക്സൈഡ് ഫോം ചെയ്യും. സോ ഇമ്പ്യൂരിറ്റീസ്, വോളട്ടൈൽ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഓക്സൈഡ്സ് ആയിട്ട് അത് അവിടുന്ന് റിമൂവ് ആയി പോവുക ചെയ്യുന്നത്. ഈ റോസ്റ്റിംഗിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഓറ് സൾഫൈഡ് ഓറാണ് യൂസ് ചെയ്യുക. സൾഫൈഡ് ഓറാണ് നമ്മൾ യൂസ് ചെയ്യുക. ലെഡ് സൾഫൈഡ്, സിങ്ക് സൾഫൈഡ് പോലത്തെ സൾഫൈഡ് ഓർസിനെ എന്താക്കിയിട്ട് മാറ്റും? ഓക്സിജന്റെ പ്രസൻസിൽ ലെഡ് ഓക്സൈഡ് പ്ലസ് സൾഫർ ഡയോക്സൈഡ്. ഇപ്പൊ സിങ്ക് സൾഫൈഡ് ആണെങ്കിൽ സിങ്ക് സൾഫൈഡ് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? സിങ്ക് ഓക്സൈഡ് പ്ലസ് സൾഫർ ഡയോക്സൈഡ്. അപ്പൊ എന്താണ് നമ്മള് ഈ റോസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് അവിടെ ഹീറ്റിംഗ് നടക്കുന്നത്. മോസ്റ്റ് കോമൺലി നമ്മൾ സൾഫൈഡ് ഓറാണ് ഇവിടെ റോസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. സൾഫൈഡ് ഓറിനെ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സൈഡ് ഫോം ചെയ്യും, പ്ലസ് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. ഈ സൾഫർ ഡയോക്സൈഡ് വോളട്ടൈൽ ആണ്, അപ്പൊ അത് റിമൂവ് ആയി പോകും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ കഴിഞ്ഞു. കോൺസെൻട്രേറ്റ് ചെയ്തതിന് നമ്മൾ കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിങ്ങിന് വിധേയമാക്കി. എന്നിട്ട് അതിനെ എന്താക്കി മാറ്റി? ഓക്സൈഡ് ഓറാക്കി മാറ്റി. ഇനി അടുത്ത ഫോർത്ത് സ്റ്റെപ്പാണ് റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ടു ഫ്രീ മെറ്റൽ. അതായത് നമ്മൾ മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റിയതിനെ നമുക്കിനി ഫ്രീ മെറ്റൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ആ ഒരു പ്രോസസ് അവിടെ റിഡക്ഷൻ ആണ് നമ്മൾ നടത്തുന്നത്. അതായത് അപ്പൊ റിഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് വേണം? അവിടെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് പ്രസന്റ് ആയിരിക്കണം. അപ്പൊ ഈ പ്രോസസ്സിനെ നമ്മൾ സ്മെൽറ്റിംഗ് എന്ന് പറയും. അപ്പൊ എന്താണ് സ്മെൽറ്റിംഗ്? സ്മെൽറ്റിംഗ് എന്ന് വെച്ചാല് നമ്മുടെ മെറ്റാലിക് ഓക്സൈഡിനെ മെറ്റലായിട്ട്, പ്യുവർ മെറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്മെൽറ്റിംഗ് എന്ന് പറയാം. അപ്പൊ ഇവിടെ സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ബൈ യൂസിങ് കാർബൺ ആസ് എ റെഡ്യൂസിങ് ഏജന്റ്, കാർബൺ നമുക്ക് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് this method is used for the isolation of iron, tin and zinc metals from their respective oxide. The oxide ore are strongly heated with the charcoal or coke. Reduction occurs by the action of carbon and or carbon monoxide, and which is produced by the partial combustion of coke or charcoal. അതായത് ഇവിടെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അത് സ്ട്രോങ്ലി നമ്മൾ ഹീറ്റ് ചെയ്യും. ചാർക്കോൾ അല്ലെങ്കിൽ കോക്കിന്റെ പ്രസൻസിൽ
ഈ ഓക്സൈഡിനെ, മെറ്റാലിക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ നടന്നിട്ട് എന്താ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മളിവിടെ Fe2O3 നമ്മുടെ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചിട്ട് അയൺ പ്ലസ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. അല്ലെങ്കിൽ ഈ Fe2O3 കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് FeO പ്ലസ് CO2 ഉണ്ടാകും. ഈ FeO കാർബൺ മോണോക്സൈഡ് വീണ്ടും റിയാക്ട് ചെയ്തിട്ട് Fe പ്ലസ് CO2 പ്യുവർ മെറ്റൽ നമുക്ക് ഇവിടെ കിട്ടി. അതുപോലെ തന്നെ ടിന്നിന്റെ ഓക്സൈഡ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ടിന്ന് പ്ലസ് കാർബൺ മോണോക്സൈഡ് കിട്ടി. ആൻഡ് സിങ്ക് ഓക്സൈഡ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സിങ്ക് പ്ലസ് കാർബൺ മോണോക്സൈഡ് നമുക്ക് കിട്ടി. Okay. Although the ore has been concentrated in earlier step, it is still contaminated with some gangue material, which is finally removed in the reduction process by the addition of flux during smelting. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ ഓൾറെഡി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് മെറ്റൽ നമ്മൾ ആ ഒരു മെറ്റലിന്റെ ഓറ് നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് അതിന്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ആ ഒരു ഓർ പാർട്ടിക്കിളില് അല്ലെ നമ്മൾ ആ മെറ്റൽ ഓക്സൈഡില് ഇമ്പ്യൂരിറ്റീസ് സ്മോൾ എമൗണ്ടിലെങ്കിലും പ്രസന്റ് ആയിരിക്കും. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ റിമൂവ് ചെയ്യുന്നത് ഈ ഒരു സ്മെൽറ്റിംഗ് പ്രോസസ്സിന്റെ ഇടയിലാണ്. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റിനെ നമ്മൾ ഗാങ് എന്നാ പറയാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വേറെ ചില മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ട്, സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഇമ്പ്യൂരിറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ഫ്ലക്സ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഫ്ലക്സ്? Flux is a chemical substance which combine with a gang at a high temperature to form easily fusible material called slag, and which is not soluble in the molten metal. Flux are two types. So flux എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് ഗാങ്ങുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫ്യൂസിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കോൾഡ് സ്ലാഗ് ഫോം ചെയ്യും. അത് നോട്ട് സോലുബിൾ ആണ്, ഇൻ മോൾട്ടൺ മെറ്റലിൽ നോട്ട് സോലുബിൾ ആണ്. അപ്പൊ ഈ ഫ്ലക്സ് തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബേസിക് ഫ്ലക്സ് ഉണ്ട്, അതുപോലെ തന്നെ അസിഡിക് ഫ്ലക്സ് ഉണ്ട്. ബേസിക് ഫ്ലക്സ് എന്ന് വെച്ചാല് ഓൺ ഹീറ്റിംഗ് ലൈംസ്റ്റോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാൽസ്യം ഓക്സൈഡ് and used as a basic flux and which combine with the acidic impurities like silica in metallurgy of iron and forms fusible calcium silicate. അതായത് നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള ഫ്ലക്സ് ആയിരിക്കണം. അപ്പോഴാണ് ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂസിബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അസിഡിക് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റിയാണ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബേസിക് ഫ്ലക്സ് ആയിരിക്കണം. അതായത് എക്സാമ്പിൾ കാൽസ്യം ഓക്സൈഡ്. ആ കാൽസ്യം ഓക്സൈഡ് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ലൈംസ്റ്റോൺ ആണ് കാൽസ്യം കാർബണേറ്റ്. ഈ കാൽസ്യം കാർബണേറ്റിന നമ്മൾ അത് റിയാക്ട് ചെയ്തിട്ടാകുമ്പം അത് എന്ത് ഫോം ചെയ്യും? കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും, അത് കൺവേർട്ട് ചെയ്തിട്ട്. ദെൻ ഈ കാൽസ്യം ഓക്സൈഡ് ആണ് സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽസ്യം സിലിക്കേറ്റ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ കാൽസ്യം ഓക്സൈഡ് ഈ ഒരു റിയാക്ഷനിൽ കാൽസ്യം ഓക്സൈഡ് ബേസിക് ഫ്ലക്സ് ആണ്, അസിഡിക് ഗാങ് ആണ് സിലിക്കൺ ഡയോക്സൈഡ്, ആൻഡ് സ്ലാഗ് ആണ് കാൽസ്യം സിലിക്കേറ്റ്. ഇനി അടുത്തത് അസിഡിക് ഫ്ലക്സ്. അസിഡിക് ഫ്ലക്സ് എന്ന് വെച്ചാല് നമ്മുടെ ബേസിക് ആണ് നമ്മുടെ ഗാങ് പാർട്ടിക്കിൾ എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അസിഡിക് ഫ്ലക്സ് ആയിരിക്കണം. അപ്പൊ ഇവിടെ ബേസിക് ഗാങ്ങിന് എക്സാമ്പിൾ ആണ് അയണിന്റെ ഓക്സൈഡ്. അപ്പോൾ ഈ ഒരു
പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ് ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് ഈ അയേണിന്റെ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അയേണിന്റെ സിലിക്കേറ്റ് ഫോം ചെയ്യും. FeSiO3 ഫോം ചെയ്യും. സോ അങ്ങനെ നമുക്ക് അതിനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. The fusible slag such as calcium silicate forming during the smelting floats over the molten metal and is thus easily removed. Another advantage is that slag provide a covering to the molten metal, thus preventing it from getting oxidized by air. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ സ്മെൽറ്റിംഗ് പ്രോസസ്സിന്റെ ഇടക്കാണ് നമ്മൾ ഈ ഒരു ഫ്ലക്സ് ആഡ് ചെയ്തിട്ട് സ്ലാഗ് രൂപപ്പെടുന്ന ആ ഒരു പ്രോസസ്സും കൂടി ചെയ്യുന്നത്. അപ്പൊ സ്മെൽറ്റിംഗ് എന്താണ്? നമ്മൾ മെറ്റലിന്റെ ഓക്സൈഡിന്റെ അകത്ത് മെറ്റല് പ്യുവർ മെറ്റല് ഉണ്ടാക്കിയെടുക്കുന്നത്, ആ പ്രോസസ്സാണ് സ്മെൽറ്റിംഗ്. അപ്പൊ സ്മെൽറ്റിങ്ങിന്റെ പ്രോസസ്സിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ ഫ്ലക്സ് ആഡ് ചെയ്താല് ഗാങ്ങിന്റെ കൂടെ ചേർന്നിട്ട് സ്ലാഗ് ഫോം ചെയ്യും. അപ്പൊ ഈ മോൾട്ടൺ മെറ്റലിന്റെ ഓവറിലാണ് ഫ്ലോട്ട് ചെയ്യുക നമ്മൾ ആ രൂപപ്പെട്ട സ്ലാഗ്. അപ്പൊ സ്ലാഗ് നമുക്കത് അപ്പൊ വേഗം ഒന്നുകൂടെ പറയുവോ? ഓ മിസ് ഇപ്പൊ പറഞ്ഞ ആ പോയിന്റ് ഒന്നുകൂടെ പറയുവോ? ഏതാണ്? അസിഡിക് ഫ്ലക്സിന്റെ? അതല്ല മിസ്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ സ്മെൽറ്റിംഗ് പ്രോസസ്സിന്റെ ഇടയിൽ നമ്മള് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുക, അങ്ങനെ ഒരു സെന്റൻസ് ഇപ്പൊ പറഞ്ഞില്ലായിരുന്നോ? ഫ്ലക്സ് കഴിഞ്ഞുള്ളത്, അസിഡിക്കും ബേസിക്കും കഴിഞ്ഞുള്ളത്. ഓക്കെ. അത് നമ്മൾ സ്മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്? മെറ്റൽ ഓക്സൈഡിനെ നമ്മൾ മെറ്റലാക്കി മാറ്റുന്ന പ്രോസസ്സ്. അപ്പോ ആ പ്യുവർ മെറ്റൽ ഉണ്ടായാലും അതിൽ ഇമ്പ്യൂരിറ്റീസ് കുറച്ച് ഉണ്ടാവും. അപ്പൊ ആ ഇമ്പ്യൂരിറ്റി നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ മിസ്. അപ്പോ ഈ ഫ്ലക്സ് ഈ ഗാങ്ങുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സ്ലാഗ് ഫോം ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ. ഈ സ്ലാഗ് എന്ന് പറയുന്നത് ഒരു ഫ്യൂസിബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് അല്ലേ? അത് ഈ നമ്മൾ ഉണ്ടായ മെറ്റലില്ലേ, മോൾട്ടൺ മെറ്റൽ, ആ മെറ്റലിന്റെ മേലെ ഫ്ലോട്ട് ചെയ്തിട്ട് ഉണ്ടാവുക. അപ്പൊ നമുക്കത് ഈ സ്ലാഗ് അപ്പൊ ഈ മേലെ ടോപ്പില് ഈ ഒരു മെറ്റലിന്റെ ടോപ്പില് ഫ്ലോട്ട് ചെയ്ത സ്ലാഗിനെ അപ്പൊ നമുക്ക് വേഗം റിമൂവ് ചെയ്തെടുക്കാൻ പറ്റൂലേ? അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്തെടുക്കാൻ നമുക്ക് ഈസിലി പറ്റും. വേറെ ഒരു അഡ്വാൻറ്റേജസ് എന്താ വെച്ചാല് ഈ സ്ലാഗ് ഈ മെറ്റലിന്റെ ടോപ്പിലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നേ, അപ്പോ അത് ഈ നമ്മുടെ മെറ്റല് ഓക്സിഡൈസ്ഡ് ഒന്നും ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കവറിങ് പോലെ, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ ഫോം ചെയ്യും സ്ലാഗ്. അപ്പോ വേറെ ഒരു അനദർ അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു സ്ലാഗ് ഉണ്ടാവുന്നത്. ഒരു അനദർ അഡ്വാൻറ്റേജസ് ഈ മെറ്റലിന് കൊടുക്കുന്നുണ്ട്. ഉണ്ടായ മെറ്റലിന് ആദ്യം ഓക്സിഡൈസ്ഡ് ആയിട്ട് എയറുമായിട്ട് റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായിനോ? മനസ്സിലായി. ഓക്കെ. ഇനി അടുത്തത് അതർ റെഡ്യൂസിങ് ഏജൻസ് ആണ്. ഓക്സൈഡ്സ് ഓർ വിച്ച് cannot be reduced by carbon or metal which show affinity to carbon by forming metal carbide are reduced by using reducing agent like aluminum, sodium, manganese or hydrogen. അതായത് എല്ലാ ഓക്സൈഡോറും നമ്മുടെ കാർബണോ കാർബൺ മോണോക്സൈഡോ ആയിട്ടോ റിയാക്ട് ചെയ്തിട്ട് റിഡക്ഷൻ സംഭവിക്കണമെന്നില്ല. അപ്പൊ ചില ഓക്സൈഡ്സ്, മെറ്റലിന്റെ ഓക്സൈഡ്സ് അലൂമിനിയം, സോഡിയം, മഗ്നീഷ്യം, ഹൈഡ്രജൻ പോലത്തെ റെഡ്യൂസിങ് ഏജന്റും ആയിട്ടാണ് റിയാക്ട് ചെയ്തിട്ട് റിഡക്ഷൻ സംഭവിച്ചിട്ട് പ്യുവർ മെറ്റൽ നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രോമിയം ഓക്സൈഡ് ഓർ മാംഗനീസ് ഓക്സൈഡ് reduced by aluminum powder is a highly exothermic reaction. This process is known as Goldsmith aluminothermite reduction method. അപ്പോൾ ഇതെന്താ വെച്ചാല് നമ്മുടെ ഈ കാർബണോ കാർബൺ മോണോക്സൈഡോ ആയിട്ട് റിഡക്ഷൻ സംഭവിക്കാത്ത മെറ്റലിന്റെ ഓക്സൈഡ് നമ്മൾ അലൂമിനിയം വെച്ചിട്ടാണ് റിഡക്ഷൻ ചെയ്യുന്നത്.
അലൂമിനിയം ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്. സോ നമ്മുടെ ക്രോമിയത്തിന്റെ ഓക്സൈഡും മാംഗനീസിന്റെ ഓക്സൈഡ് ഒന്നും കാർബണുമായിട്ടൊന്നും റിഡക്ഷൻ സംഭവിക്കൂല, റെഡ്യൂസിങ് നടക്കൂല. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? അലൂമിനിയാണ്. അപ്പൊ ക്രോമിയം ഓക്സൈഡ് അലൂമിനിയം ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ക്രോമിയം പ്ലസ് അലൂമിനിയത്തിന്റെ ഓക്സൈഡ് പ്ലസ് ഹീറ്റ്. അതുപോലെ തന്നെ മാംഗനീസിന്റെ ഓക്സൈഡ് അലൂമിനിയമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മാംഗനീസ് പ്ലസ് അലൂമിന പ്ലസ് ഹീറ്റ് ഉണ്ടാകും. സോ ഈ ഒരു അലൂമിനിയം വെച്ചിട്ട് നമ്മൾ റിഡക്ഷൻ നടത്തുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്. അതായത് ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിൽ. അതുപോലെ തന്നെ Al2O3 അലൂമിനിയത്തിന്റെ ഓക്സൈഡും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ. അതുപോലെ തന്നെ ടൈറ്റാനിയം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ റിഡക്ഷൻ ഓഫ് ടൈറ്റാനിയം ക്ലോറൈഡ് ബൈ മെഗ്നീഷ്യം ഇൻ എ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഓഫ് ആർഗൺ. അതിനെ ക്രോൾ പ്രോസസ് എന്ന് പറയും. അതായത് ടൈറ്റാനിയം ക്ലോറൈഡ് ഒക്കെ മെഗ്നീഷ്യം വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ റിഡക്ഷൻ നടത്തുക. അപ്പോ ടൈറ്റാനിയം ക്ലോറൈഡ് മെഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്തിട്ടാകുമ്പോൾ എന്ത് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യും? ടൈറ്റാനിയം പ്ലസ് മെഗ്നീഷ്യം ക്ലോറൈഡ് കിട്ടും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ക്രോൾ പ്രോസസ് എന്ന് പറയും. ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയർ കണ്ടീഷനിലാണ് ഈ ഒരു പ്രോസസ് നടത്തുക ഇൻ ദ പ്രസൻസ് ഓഫ് ആർഗൺ. ഓക്കെ, ഇനി അടുത്തത് ടൈറ്റാനിയം ഓക്സൈഡ് ഓൾസോ ഒബ്റ്റൈൻഡ്. Titanium can also be obtained by the reduction of titanium oxide by sodium. ടൈറ്റാനിയത്തിന്റെ ഓക്സൈഡ് സോഡിയമായിട്ട് റിയാക്ട് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടൈറ്റാനിയം സോഡിയത്തിന്റെ ഓക്സൈഡും കിട്ടും. അപ്പോൾ ടൈറ്റാനിയത്തിന്റെ ക്ലോറൈഡ് ആണെങ്കിൽ നമ്മൾ മെഗ്നീഷ്യം റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. ടൈറ്റാനിയത്തിന്റെ ഓക്സൈഡ് ആണെങ്കിൽ നമ്മൾ സോഡിയം റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ മോളിബ്ഡിനം ടങ്സ്റ്റൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇതൊക്കെ ഇവിടെ പഠിച്ചു വെക്കേണ്ടതാണ്. ഓരോ മെറ്റലിനും ഓരോ റെഡ്യൂസിങ് ഏജന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ടങ്സ്റ്റണും മോളിബ്ഡിനും ആണെങ്കിൽ ഏതാ യൂസ് ചെയ്യുക? ഹൈഡ്രജൻ. അപ്പൊ മോളിബ്ഡിനത്തിന്റെ ഓക്സൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അപ്പൊ മോളിബ്ഡിനം പ്ലസ് വാട്ടർ ആണ് ഫോം ചെയ്യുക. ഇനി അടുത്തത് സെൽഫ് റിഡക്ഷൻ. അതായത് നമ്മൾ ഇത്ര ടൈം പറഞ്ഞത് ഒരു റെഡ്യൂസിങ് ഏജന്റ് വെച്ചിട്ട് റിഡക്ഷൻ നടത്തുന്നതാണ്. ഇനി ചില മെറ്റലിന്റെ ഓർസിന് സെൽഫായിട്ട് തന്നെ അതിന്റെ റിഡക്ഷൻ നടത്താനുള്ള ഒരു കഴിവുണ്ട്. എക്സാമ്പിൾ പറയുന്നത്, ദിസ് ഈസ് അപ്ലൈഡ് ടു ദ സൾഫൈഡ് ഓർ ഓഫ് കോപ്പർ, മെർക്കുറി, lead. The ore are heated in air. A part of the sulfide ore is changed into oxide or sulfate, which then react with the remaining part of the sulfide ore to give the metal and sulfur dioxide. And the reaction showing their extraction are given below. അതായത് കോപ്പറിന്റെ സൾഫൈഡ് ആണ് കോപ്പർ ഗ്ലാൻസ്. സോ കോപ്പറും മെർക്കുറി, lead ഇതിന്റെ ഒക്കെ സൾഫൈഡ് സെൽഫ് റിഡക്ഷൻ ആണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഈ ഓർസിന ഓക്സിജന്റെ പ്രസൻസിൽ ഒന്ന് ഹീറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഒരു പ്രോസസ്, അതായത് കോപ്പർ Cu2S എന്ന് പറയുന്നത് കോപ്പർ ഗ്ലാൻസ് ആണ്. ഇത് ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോപ്പർ ഓക്സൈഡ് പ്ലസ് സൾഫർ ഡയോക്സൈഡ്. ദെൻ ഈ കോപ്പർ ഓക്സൈഡ് റിമൈനിങ് ആയിട്ടുള്ള ഈ ഓറുമായിട്ട് ആദ്യം റിയാക്ട് ചെയ്തിട്ട് കോപ്പർ പ്ലസ് സൾഫർ ഡയോക്സൈഡ് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് പ്യുവർ മെറ്റൽ ഇവിടെ കിട്ടി. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അവിടെ സെൽഫ് റിഡക്ഷൻ തന്നെയാണ് നടന്നത്. ജസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. ഈ കോപ്പർ ഓക്സൈഡ് റിമൈനിങ് ആയിട്ടുള്ള ഓറുമായിട്ട് ആദ്യം കമ്പൈൻ ചെയ്തിട്ട് കോപ്പറും സൾഫർ ഡയോക്സൈഡും ഫോം ചെയ്തു. സോ ദ കോപ്പർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദിസ് സ്റ്റേജ് ഈസ് കോൾഡ് ബ്ലിസ്റ്റർ കോപ്പർ എന്ന് പറയും. അപ്പൊ ഈ ഒരു കോപ്പർ നമ്മൾ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് പറയും. ദ എവല്യൂഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് പ്രൊഡ്യൂസസ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് സോൾഡിഫൈഡ് കോപ്പർ മെറ്റൽ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ സൾഫർ ഡയോക്സൈഡ് ആണ് ആ ഒരു ബ്ലിസ്റ്റർ അതിന്റെ സർഫസിൽ
കോപ്പറിന്റെ സർഫസിൽ ഒരു ബ്ലിസ്റ്റർ അപ്പിയറൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ മെർക്കുറിന്റെ സൾഫൈഡ്. ഈ മെർക്കുറിന്റെ സൾഫൈഡ് നമ്മൾ HgS, അത് നമ്മൾ ബ്ലിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ? പ്രൊഡ്യൂസേഴ്സ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സർഫസ് ഓഫ്, ആ ഒരു സെന്റൻസ് ഒന്ന് പറയോ? എന്താ? The evolution of sulfur dioxide produces blisters on the surface of solidified. ആ ഒരു സെന്റൻസ് എന്നാന്ന് പറയോ മിസ്സേ? അതായത് ആ ഒരു കോപ്പർ, ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുന്ന കോപ്പറിനെ നമ്മൾ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് പറയാം. ബ്ലിസ്റ്റർ എന്ന് വെച്ചാൽ ആ ഒരു അതിന്റെ മേലെ കാണുന്ന ഒരു കോപ്പറിന്റെ മേലുള്ള ഒരു തരി ഒരു തിളക്കം പോലത്തെ ഒരു സംഭവം. അതിന് കാരണം ഈ സൾഫർ ഡയോക്സൈഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, ഇവിടെ കോപ്പറും ഉണ്ടായി. അപ്പൊ ഈ ഉണ്ടായ കോപ്പർ മെറ്റലിന്റെ മേലെ ഈ ഉണ്ടായ സൾഫർ ഡയോക്സൈഡ് അതിന്റെ എവല്യൂഷൻ, അത് എവല്യൂഷൻ ചെയ്തത് അവിടെ ആ സർഫസിൽ ഉണ്ടാക്കുന്ന ആ ഒരു അപ്പിയറൻസ് ആണ് ബ്ലിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ മിസ്, മനസ്സിലായി. അപ്പൊ സൾഫർ ഡയോക്സൈഡ് മേളിൽ ഇങ്ങനെ വരുന്നത് കൊണ്ടാണോ അതിനാ? അതെ, എവല്യൂഷൻ എന്ന് പറഞ്ഞാല് സൾഫർ ഡയോക്സൈഡ് മുകളിൽ വരുന്നതുകൊണ്ട്. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ നമ്മൾ പറഞ്ഞു കോപ്പറിന്റെ സൾഫൈഡും പിന്നെ മെർക്കുറിന്റെ സൾഫൈഡും ലെഡിന്റെ സൾഫൈഡും ഒക്കെ സെൽഫ് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നതെന്ന്. ഇപ്പോൾ കോപ്പറിന്റെ സൾഫൈഡ് പറഞ്ഞു. ഇനി അടുത്തത് മെർക്കുറിന്റെ സൾഫൈഡ്. മെർക്കുറിന്റെ സൾഫൈഡിന്റെ നെയിം സിന്നബാർ എന്നാണ്. അപ്പൊ സിന്നബാർ ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മെർക്കുറിന്റെ ഓക്സൈഡ് ഫോം ചെയ്യും, പ്ലസ് സൾഫർ ഡയോക്സൈഡ്. സോ ഈ മെർക്കുറിന്റെ ഓക്സൈഡ് റിമൈനിങ് ഓറുമായിട്ട് ആദ്യം കമ്പൈൻ ചെയ്തിട്ട് മെർക്കുറി പ്ലസ് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഈ ലെഡിന്റെ സൾഫൈഡ് നമ്മൾ ഗലീന എന്ന് പറയാ. ഈ ലെഡിന്റെ സൾഫൈഡ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ലെഡ് ഓക്സൈഡ് പ്ലസ് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യും. ഈ ലെഡ് ഓക്സൈഡ് പ്ലസ് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യും അവിടെ. അപ്പൊ ഈ ഓക്സൈഡ് ആദ്യം നമ്മുടെ ലെഡ് സൾഫൈഡുമായിട്ട് ഗലീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലെഡ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. റിയാക്ഷൻ എല്ലാം മൂന്നിലും കോമൺ സെയിം ആണ്, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല റിയാക്ഷൻസിൽ. ഇത്ര വരെ ഓക്കെ അല്ലേ? ഇനി അടുത്തത് റിഡക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ബൈ അതർ മെത്തേഡ്. Some metals cannot be obtained from their ore by using common reducing agents such as carbon, carbon monoxide, hydrogen, etc. Other method of reductions are used for such cases. അതായത് നമ്മളിപ്പോ റിഡക്ഷന്റെ ആ ഒരു പ്രോസസ്സിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് റെഡ്യൂസിങ് ഏജൻസ് ആയ കാർബണും കാർബൺ മോണോക്സൈഡും യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ പറഞ്ഞു കാർബണും കാർബൺ മോണോക്സൈഡും യൂസ് ചെയ്യാൻ പറ്റാത്ത മെറ്റൽ ഓക്സൈഡ് ഉണ്ടാവും. അവർക്ക് അലൂമിനിയം അല്ലെങ്കിൽ സോഡിയം, ഹൈഡ്രജൻ ഒക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതും അല്ലെങ്കിൽ ചില മെറ്റലിന്റെ ഓക്സൈഡ് സെൽഫ് റിഡക്ഷൻ ചെയ്യുന്നവരുണ്ട്. അപ്പൊ പല രീതിയിലുള്ള റിഡക്ഷന്റെ മെത്തേഡ്സ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, റെഡ്യൂസിങ് ഏജൻസി യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെഡ്യൂസിങ് ഏജൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഓരോ സിറ്റുവേഷനിലാണ് നമ്മൾ വേറെ പല മെത്തേഡ്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഫസ്റ്റ് വൺ നോക്കിയേ, റിഡക്ഷൻ ബൈ precipitation. അതായത് നോബിൾ മെറ്റൽസ് ലൈക്ക് സിൽവർ ആൻഡ് ഗോൾഡ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദെയർ കോൺസെൻട്രേറ്റഡ് ഓർ ബൈ dissolving metal ion in the form of their soluble complexes. The metal ion are then regenerated by adding a suitable reagent. For example, concentrated argentate ore Ag2S is treated with a dilute solution of sodium cyanide and to form a soluble complex. So, ഇവിടെ നോക്കുക, നമ്മുടെ നോബിൾ
നോബിൾ മെറ്റൽസ് ആയ സിൽവർ, നമ്മൾ പറഞ്ഞു ആദ്യം നോബിൾ മെറ്റൽസ് ആണ് സിൽവർ, ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. സോ അതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ്യൂസിങ് ഏജൻസ് ഒന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്രിസിപ്പിറ്റേഷൻ മെത്തേഡ്, റിഡക്ഷൻ ബൈ പ്രിസിപ്പിറ്റേഷൻ മെത്തേഡ്. അതായത് നമ്മുടെ ഓറ് നമ്മളിവിടെ യൂസ് ചെയ്തത് അർജന്റേറ്റ് ഓറാണ്. അർജന്റേറ്റ് ഓർ എന്ന് പറഞ്ഞാൽ സിൽവറിന്റെ ഓറാണ്. അപ്പൊ സിൽവറിന്റെ ഓറ് സോഡിയം സയനൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സോലുബിൾ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് കിട്ടും. ആ കോംപ്ലക്സ് നമ്മൾ സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിൽവർ അവിടെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടും. സിൽവർ മെറ്റൽ പ്രിസിപ്പിറ്റേറ്റ് അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു റിയാക്ഷനിലൂടെ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നോബിൾ മെറ്റൽസ് ആയ സിൽവർ, ഗോൾഡ് എല്ലാം നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നത് റിഡക്ഷൻ ബൈ പ്രിസിപ്പിറ്റേഷൻ വെച്ചിട്ട്. ഇനി അടുത്തത് ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ. ഈ സോഡിയം, പൊട്ടാസ്യം, അലൂമിനിയം ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇലക്ട്രോളിസിസ് വഴിയാണ് പ്യുവർ മെറ്റൽ ആയിട്ട് എടുക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡൗൺ പ്രോസസ് എന്ന് പറയും. സോഡിയം ക്ലോറൈഡിന്റെ അകത്തുനിന്ന് സോഡിയം നമുക്ക് പ്യുവർ ആയിട്ട് ഒബ്റ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോസസ്സിനെ നമ്മൾ ഡൗൺ പ്രോസസ് എന്ന് പറയും. അപ്പം നമ്മളിവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് സോഡിയം ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ല് നമ്മൾ അവിടെ ഒരു ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കറണ്ട് അതിലൂടെ പാസ് ചെയ്യുമ്പം എന്തുണ്ടാവും? അയോൺസ് ഫോം ചെയ്യും. Na+ അയോൺസും Cl- അയോൺസും ഫോം ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡും ഉണ്ടാവും കാഥോഡും ഉണ്ടാകും. അപ്പോൾ Na+ എന്ത് ചെയ്യും? Na+ റിഡക്ഷൻ സംഭവിക്കും. അത് Na+ ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് Na ആയിട്ട് കാഥോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ആൻഡ് ആനോഡിൽ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. ക്ലോറിൻ എന്തായിട്ട് മാറും? ക്ലോറിൻ അയോൺ ക്ലോറിൻ ആയിട്ട് മാറും. ഒരു ഇലക്ട്രോൺ അത് റിമൂവ് ചെയ്തിട്ട്. ദെൻ ആദ്യം ഒരു ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് അവല്യൂട്ട് ചെയ്ത് പോവുക ചെയ്യാം. ഈ സോഡിയം ക്ലോറൈഡ് പോലെ തന്നെ നമ്മൾ ഇലക്ട്രോളിസിസ് വെച്ചിട്ട് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് അലൂമിനിയത്തിൻ്റെത് ഓറാണ്. അലൂമിന എന്ന് പറയുന്നത് ബോക്സൈറ്റ്. സോ ഇതിനെ നമ്മൾ മെറ്റൽ ഒബ്റ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോളിസിസ് ഇവിടെ യൂസ് ചെയ്യും. അതായത് നമ്മൾ Al2O3 ആണ് അലൂമിനിയം. അപ്പൊ അത് ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യുമ്പം Al3+ഉം O2- ആയിട്ട് മാറും. അപ്പൊ കാഥോഡില് Al3+ ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് Al ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, അലൂമിനിയം ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. കാഥോഡിൽ എന്ത് സംഭവിക്കും? കാഥോഡില് ഈ ഓക്സിജൻ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന മെത്തേഡ് എന്താണ്? നമ്മൾ മെറ്റൽ ഓക്സൈഡിന്റെ അന്ന് മെറ്റല് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന് റിഡക്ഷൻ ബൈ പ്രസിപ്പിറ്റേഷൻ ആൻഡ് ഇലക്ട്രോളിസിസ് മെത്തേഡ്. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, ലാസ്റ്റ് പ്രോസസ്സ്. ഈ ഒരു മെറ്റലർജിക്കൽ പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. അതായത് നമ്മുടെ മെറ്റലൊക്കെ നമ്മൾ മെറ്റൽ കോൺസെൻട്രേറ്റ് ചെയ്തു, അതിനെ പ്യൂരിഫൈ ചെയ്ത് മെറ്റൽ എടുത്തു. എക്സെപ്റ്റ് ഇൻ ദ ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ മെത്തേഡ്, മെറ്റൽ പ്രൊഡ്യൂസ്ഡ് ബൈ അതർ മെത്തേഡ് ആർ ജനറലി ഇംപ്യൂർ. ഇപ്പോൾ ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ മെത്തേഡിൽ കിട്ടുന്ന മെറ്റൽ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കും. അപ്പൊ ബാക്കി നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് വെച്ചിട്ടൊക്കെ നമുക്ക് കിട്ടുന്ന മെറ്റൽ എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസ്. എന്നാലും നമ്മൾ കുറച്ച് ഇമ്പ്യൂരിറ്റീസ്, സ്മോൾ എമൗണ്ട് ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ആയിരിക്കും. അതായത് അതർ മെറ്റൽസ് ഉണ്ടാവും, അൺറെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഔട്ട്സൈഡ് ഓഫ് ദ മെറ്റൽ ഉണ്ടാവും, നോൺ മെറ്റൽ ലൈക്ക് കാർബൺ ഉണ്ടാവും, സിലിക്കൺ ഉണ്ടാവും, ഫോസ്ഫറസ് ഉണ്ടാവും, സൾഫർ ഒക്കെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു നമുക്ക് ലാസ്റ്റ് കിട്ടിയ നമ്മുടെ മെറ്റലിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് റിമൂവ് ചെയ്യണം.
അപ്പോൾ അതിനാണ് നമ്മൾ റിഫൈനിങ് ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഒന്ന് ലിക്വേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് പോളിംഗ്, ആൻഡ് തേർഡ് വൺ ഈസ് ഡിസ്റ്റിലേഷൻ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. അപ്പോൾ എന്താണ് ലിക്വേഷൻ? ലിക്വേഷൻ എന്ന് വെച്ചാൽ ഈസിലി ഫ്യൂസിബിൾ മെറ്റൽ ലൈക്ക് ടിൻ, ലെഡ് എക്സെട്ര ആർ റിഫൈൻഡ് ബൈ ദിസ് പ്രോസസ്. In this method, the impure metal is poured on the sloping hearth of a reverberatory furnace and heated slowly to a temperature little above the melting point of the metal. And the pure metal drains out, leaving behind the infusible impurities. അതായത് ലിക്വേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂസിബിൾ ആയിട്ടുള്ള മെറ്റൽസ്, വേഗം മെൽറ്റ് ചെയ്ത് പോകുന്ന മെറ്റൽസ് ആണ് നമ്മുടെ ടിന്ന്, ലെഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്യൂസിബിൾ ആയി പോകുന്ന മെറ്റൽസ് ആണ് നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ റിഫൈൻ ചെയ്ത് അല്ലെ പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഈ മെത്തേഡിൽ നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റല് ഈ ഒരു റിവർബറേറ്ററി ഫർണസ് ആണ് നമ്മളിവിടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. റിവർബറേറ്ററി ഫർണസ്. സോ ഇതാണ് റിവർബറേറ്ററി ഫർണസ്. ഈ ഒരു ഫർണസിന് ഇത് നമ്മുടെ ഇൻഫ്യൂസിബിൾ ഇമ്പ്യൂരിറ്റീസ് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇമ്പ്യൂരിറ്റീസ് അല്ല, ഇംപ്യൂർ മെറ്റൽ. ഇംപ്യൂർ മെറ്റൽ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ നല്ലോണം അതിനെ ഹീറ്റ് ചെയ്യുക. അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനെക്കാളും നമ്മൾ നല്ലോണം ഹീറ്റ് ചെയ്യുമ്പം എന്താകും? അത് എബോവ് ദ മെൽറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ അത് ഹീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് മെൽറ്റ് ചെയ്യും. നമ്മുടെ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റല് അത് മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? മോൾട്ടൺ ആയിട്ടുള്ള പ്യൂർ മെറ്റല് താഴെ വന്ന് വീഴും. ഇംപ്യൂർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ലേ, ഇൻഫ്യൂസിബിൾ ഇമ്പ്യൂരിറ്റീസ് അവിടെ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും. ആ സോളിഡ് മാസ് ആയിട്ട് തന്നെ നിൽക്കും. മെറ്റല് അവിടുന്ന് മെൽറ്റ് ചെയ്തിട്ട് താഴത്തെ പാർട്ടിൽ വന്നിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇമ്പ്യൂരിറ്റീസ് അവിടെ തന്നെ മെൽറ്റ് ഒന്നും ആവാണ്ട് സോളിഡ് സ്റ്റേറ്റിൽ അവിടെ നിൽക്കുക ചെയ്യാം. സോ ഇതിനെയാണ് നമ്മൾ ലിക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വേഷൻ മനസ്സിലായിട്ടില്ലേ പറഞ്ഞത് ഇപ്പോ? യെസ് മിസ്, മനസ്സിലായി. ഇനി അടുത്തത് പോളിംഗ്. പോളിംഗ് ഇൻവോൾവ്സ് സ്റ്റിറിംഗ് ദ ഇംപ്യൂർ മോൾട്ടൺ മെറ്റൽ വിത്ത് ഗ്രീൻ ലോഗ്സ് ഓർ ബാംബു. അതായത് നമ്മുടെ മോൾട്ടൺ മെറ്റൽ ഇതുപോലെ ഒരു ബീക്കറിൽ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്രീൻ ലോഗ്സ് അല്ലെ ഒരു ബാംബു വെച്ചിട്ട് നമ്മൾ അതിനെ നല്ലോണം സ്റ്റിർ ചെയ്യുക ചെയ്യുന്നത്. ദ ഹൈഡ്രോകാർബൺ കണ്ടെയ്ൻഡ് ഇൻ ദ പോൾ reduce any metal oxide present as impurity, and copper and tin are refined by this method. സോ ഈ ഒരു പോളിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സില്, ആ ഒരു മെത്തേഡില് ഈ ഒരു പോൾ വിച്ച് കണ്ടെയ്ൻ ഹൈഡ്രോകാർബൺ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഹൈഡ്രോകാർബൺ എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസിനെ, മെറ്റൽ ഓക്സൈഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ പോളിംഗിലെ കോപ്പറിനെയും ടിന്നിനെയാണ് നമ്മൾ റിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ലിക്വേഷൻ. ലിക്വേഷനിൽ ടിന്നിനെയും ലെഡിനെയാണ് റിമൂവ് ചെയ്യുന്നത്. ടിന്നിന്റെയും ലെഡിന്റെയും മെറ്റലിനെയാണ് റിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ദെൻ പോളിംഗിലോ, പോളിംഗിൽ കോപ്പറും ടിന്നുമാണ് റിഫൈൻ ചെയ്യുന്നത്. ഇനി അടുത്ത ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ പോളിംഗ് മെത്തേഡ് ഒന്ന് പറയുവോ? പോളിംഗ് മെത്തേഡ് എന്ന് വെച്ചാല് ഈ ഒരു പിക്ചർ കാണുന്നില്ലേ? ഈ ഒരു ബീക്കർ പോലത്തെ ഒരു സെറ്റ് എക്സ്പെരിമെന്റ്, ഒരു അറേഞ്ച്മെന്റ് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഈ ഒരു സെറ്റപ്പിൽ ഇവിടെ ഒരു ഹൈഡ്രോ കാർബൺസ് പ്രസന്റ് ആയിരിക്കും. ആ ഒരു ഒരു ടൈപ്പ് ഒരു ഫർണസ് ഒരു സംഭവത്തില്, ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഇതില് ഹൈഡ്രോ കാർബൺ പ്രസന്റ് ആയിരിക്കും. എവിടെയാ മിസ് ഹൈഡ്രോ കാർബൺ? ആ സ്റ്റിക്കിന്റെ അകത്തോ അതോ മെറ്റലിൻ? സ്റ്റിക്കിന്റെ അകത്തല്ല, മെറ്റലിന്റെ ഇതിലോ അതോ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണോ ആ ഹൈഡ്രോ കാർബൺ? ആ ഒരു സെറ്റ്,
എന്താ പറയാ ഒരു എക്സ്പെരിമെന്റൽ ആ ഒരു ബീക്കർ പോലത്തെ ആ ഒരു ഇതില്ലേ, ആ ആ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അതിൽ ആ നമ്മൾ ഓക്കെ മിസ്. ആ ഹൈഡ്രോകാർബൺ പ്രസന്റ് ആയിരിക്കും. ആ ഓക്കെ അപ്പോ ഓക്കെ. ഈ ഹൈഡ്രോകാർബൺസിന് ഒരു എന്താ അതിന്റെ പ്രോപ്പർട്ടി വെച്ചാല് മെറ്റൽ ഓക്സൈഡിനെ അത് മെറ്റൽ ആക്കിയിട്ട് മാറ്റും ഹൈഡ്രോകാർബൺസ്. ആ ആ അപ്പോ മനസ്സിലായി മിസ്. അപ്പൊ ഈ നമ്മളെ മെറ്റലിന്റെ അകത്ത് ഇനി ഇമ്പ്യൂരിറ്റീസ് മെറ്റൽ ഓക്സൈഡിന്റെ രൂപത്തിൽ ഇനി ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ആണെങ്കിൽ അതിനെ മെറ്റൽ ആക്കിയിട്ട് മാറ്റും. അപ്പൊ അങ്ങനെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ കോപ്പർ, ടിന്ന് ഒക്കെയാണ് നമ്മൾ ഇവിടെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ്, പോളിംഗ് എന്ന് പറയുന്ന മെത്തേഡ് കോപ്പറിന്റെയും ടിന്നിന്റെയും റിഫൈനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിസ്റ്റിലേഷൻ ആണ്. ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ വോളറ്റൈൽ മെറ്റൽസ് ലൈക്ക് സിങ്കും മെർക്കുറി ഒക്കെ പ്യൂരിഫൈ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്. അതായത് പ്യുവർ മെറ്റൽ ഡിസ്റ്റിൽ ചെയ്യും ആൻഡ് ലീവിങ് ബിഹൈൻഡ് നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ്. അതായത് വേഗം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് പോകുന്ന ഡിസ്റ്റിൽഡ് ആയിട്ട് പോകുന്ന മെറ്റൽസിനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് വഴി റിഫൈൻ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് നോൺ വോളറ്റൈൽ ആയിരിക്കും. നമ്മൾ പ്യുവർ മെറ്റൽ എന്തായിരിക്കും, വോളറ്റൈൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് റിഫൈൻ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് മെത്തേഡ് ആണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. A large number of metal like copper, silver, zinc, tin are refined by electrolysis method. A block of impure metal is made to the anode and thin sheet of pure metal form the cathode of the electrolytic cell. Contains suitable metal salt solution which act as an electrolyte. On passing current, pure metal deposits at cathode and sheet, while more electropositive impurities are left in the solution. Less electropositive metals do not dissolve and fall away from the anode and settle below, and it is known as anode mud. അപ്പൊ ഈ പിക്ചർ ശ്രദ്ധിക്കണേ. സോ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് എന്ന് വെച്ചാല് നമ്മൾ ലാർജ് നമ്പർ ഓഫ് മെറ്റൽസ് റിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പൊ ഇതിന്റെ എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ പ്യുവർ മെറ്റല് കാഥോഡായിട്ട് എടുക്കും, നമ്മളെ ഇംപ്യുവർ മെറ്റല് ആനോഡായിട്ട് നമ്മൾ എടുക്കും. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഉണ്ടാകും അതില്. സോ സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ഇപ്പൊ കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ്, അങ്ങനെ സിങ്ക് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ്, അങ്ങനെ സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് എവിടെ ഉണ്ടാകും. അപ്പോ നമ്മൾ അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് നടക്കും, ഈ ഇംപ്യുവർ മെറ്റലിന്റെ അകത്ത് മെറ്റൽ അയോണ് പ്യുവർ മെറ്റൽ കാഥോഡിലേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഈ ഇംപ്യുവർ മെറ്റൽ ആനോഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, ആ ആനോഡ് ഇലക്ട്രോഡിന്റെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യും ബിലോയില്. അതിനെയാണ് നമ്മൾ ആനോഡ് മഡ് എന്ന് പറയാം. അത് ഒന്നിലും ഈ ഇലക്ട്രോലൈറ്റിൽ അത് ഡിസോൾവ് ആവില്ല. ഡിസോൾവ് ആവാണ്ട് ഈ ആനോഡ് ഇലക്ട്രോഡിന്റെ അവിടെ താഴെ ഫോളോ ചെയ്യും. സോ അതിനെ ആനോഡ് മഡ് എന്ന് പറയും. ഓക്കെ, അത് മനസ്സിലായില്ലേ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്? യെസ് മിസ്, മനസ്സിലായി. അപ്പൊ ഇവിടെ നമ്മൾ കോപ്പറിന്റെ റിഫൈനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെന്താ നടക്കുന്ന വെച്ചാല് നമ്മുടെ ഇംപ്യുവർ ആയിട്ടുള്ള മെറ്റലിന്റെ ഇലക്ട്രോഡ് ഉണ്ട്, അത് ആനോഡിലുള്ളത്. ഇംപ്യുവർ മെറ്റൽ ആനോഡിലുള്ളത്. അപ്പൊ അവിടെ ഇൻ ദ ഇലക്ട്രോലിറ്റിക് refining of crude copper, a large piece of impure copper is made anode and thin piece of pure copper is made the cathode. അപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ കോപ്പറിന്റെ, ഫോർ എക്സാമ്പിൾ നമ്മൾ കോപ്പറിന്റെ റിഫൈനിങ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ ആനോഡിലും പ്ലേസ് ചെയ്തു, പ്യുവർ ആയിട്ടുള്ള കോപ്പർ കാഥോഡിലും പ്ലേസ് ചെയ്തു. ദെൻ നമ്മൾ ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ദെൻ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുമ്പം എന്ത് ചെയ്യും, കോപ്പർ അയോൺസ് ഉണ്ടാകും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ അയോൺസ് ഉണ്ടാകും.
ഇത് കാഥോഡിലേക്ക് പോകും. വേർ ദേ റെഡ്യൂസ്ഡ് ടു ഫ്രീ കോപ്പർ മെറ്റൽ ആൻഡ് ഗെറ്റ് ഡെപ്പോസിറ്റഡ്. ഇപ്പൊ കോപ്പർ അയോൺസ് ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് കോപ്പർ ആയിട്ട് കാഥോഡ് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. An equivalent amount of metal from the anode dissolves into the electrolyte as copper ions. അപ്പൊ എന്താ അവിടെ സംഭവിക്കും? നമ്മുടെ ആനോഡിലുള്ള ഇക്വാലന്റ് എമൗണ്ട് ഓഫ് മെറ്റൽ അയോൺസ് ആയിട്ട് ഇലക്ട്രോലൈറ്റിൽ ഡിസോൾവ് ആകും. കോപ്പർ എന്തായിട്ട് മാറും? കോപ്പർ 2+ 2 ഇലക്ട്രോൺ ആയിട്ട് ഡിസോൾവ് ആകും. സോ ഈ പ്രോസസ്സ് ഗോസ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും. ആനോഡ് ബിക്കം തിന്നർ വൈൽ ദ കാഥോഡ് ബിക്കം തിക്കർ. The impurities like silver, gold settle down at the bottom. It is known as anode mud. അതായത് ഈ ഇലക്ട്രോലൈറ്റിക് റിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. എന്താ സംഭവിക്കുക? ഈ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിന്റെ ഇലക്ട്രോഡ് ഇല്ലേ, അത് തിന്നായിട്ട് കാണാൻ പറ്റും. ഒരു ടൈം കഴിയുന്നതിന് തിന്നായിട്ട് വരും. ആൻഡ് പ്യുവർ ആയിട്ടുള്ള നമ്മളെ ഇലക്ട്രോഡ്, മെറ്റലിന്റെ ഇലക്ട്രോഡ് തിക്കായിട്ട് വരുന്ന കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് തിക്കാവുന്നത്? മെറ്റലിന്റെ ഡെപ്പോസിഷൻ, പ്യുവർ മെറ്റലിന്റെ ഡെപ്പോസിഷൻ കൂടുന്നതുകൊണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ ആനോഡ് മഡ് എന്ന് വെച്ചാല് ആ ഒരു ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ആവാണ്ട് ആ ആനോഡിൻ ഇലക്ട്രോഡിന്റെ അവിടെ ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ ആനോഡ് മഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ ഇതില് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല മിസ്, ക്ലിയർ ആയി. മനസ്സിലായിട്ടില്ലല്ലോ? മനസ്സിലായി മിസ്. ഇനി ഒരു പാർട്ടും കൂടി എടുക്കാനുണ്ട്. ട്രാൻസിഷൻ, ഇത് നോൺ ട്രാൻസിഷൻ എലമെന്റ് ലൈക്ക് ഗ്ലാസിന്റെ ഒരു പോർഷൻ എടുക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കേ. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ.